അപ്പോൾ ഗായ്സ് ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോണത്? ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ഫിൽസ. ഫിൽസനെ കൂടി ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണ് കുഞ്ഞാറ്റ. അപ്പോൾ എല്ലാവരും ഒന്നൊരു ഇൻട്രോ പറഞ്ഞേ വേഗം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കുഞ്ഞാറ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇപ്പോൾ സമയം എത്ര മണിയായി ഗായ്സ്? ഇപ്പോൾ 9:50 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുക്കിങ്ങിലാണ്. കുക്കിംഗ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ വന്നുകൊണ്ട് ഒരു ചെറിയ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കണയാണ്, ചെമ്മീൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഗായ്സ് കുക്കിംഗ് ചെയ്ത് ഉറങ്ങണയാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഫിൽസയും പിന്നെ കുഞ്ഞാറ്റയും വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഇങ്ങനെ എപ്പോൾ എന്നിട്ട് കുഞ്ഞാറ്റ പറയും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഫിൽസ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ രണ്ടാളും കൂടിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അങ്ങനെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കുക്കിങ്ങിലോട്ട് കിടക്കണയാണ്. ചെമ്മീൻ്റെ ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഫിൽസിൻ്റെ മമ്മി ഹെൽപ്പിംഗ് ആണ്, നല്ല കട്ട സപ്പോർട്ടാണ് എല്ലാത്തിനും. ചെമ്മീൻ്റെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗായ്സ്. നല്ലൊരു എൻജോയ് ചെയ്തിട്ടാണ്, എന്താ പറയുക, പാതിരാത്രി കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മസാല ആഡ് ചെയ്യണേണ്. മസാല ആഡ് ചെയ്തിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മസാലേൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ റൈസിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല, വെള്ളം തിളക്കാനായിട്ടുണ്ട്. അരി നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൊണ്ട് ഞങ്ങളെ ബിരിയാണി റെഡിയാവാനായിട്ടുണ്ട്. പിള്ളേർ നല്ല വിശപ്പിലാണ്. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ മാറ്റിയിട്ടുണ്ട്. കുറച്ച് ചെമ്മീൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവർ വന്നപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യാമെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബിരിയാണിയിലോട്ട് കടന്നു. അങ്ങനെ മസാല തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ദമ്മിലോട്ട് ഇടാൻ നിൽക്കണേണ്. അപ്പോൾ ആദ്യം തന്നെ മസാല ചട്ടിയിലോട്ട് ഇട്ടു. അതിന് ശേഷം ഇനി ചോറ് ഇടണേന് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിരിയാണി. ഇനി ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നമുക്ക് നോക്കാം കേട്ടോ. ഗായ്സ് ഇപ്പോൾ സമയം 11 മണിയായി. ബിരിയാണി പ്രിപ്പറേഷനും പിന്നെ ഇവരെ കൂടെ ഡാൻസും ഫുൾ കേട്ടോ. സമയം അടുത്ത കാര്യം എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കുറച്ച് എള്ളുണ്ട്. ഇനി വലിക്കാൻ പോവാണ്. ഇപ്പൊ വലിച്ചു അടിപൊളിയായില്ലേ സംഭവം. ഇനി ഇത് കഴിക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. കാരണം അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണെന്നാണ് പിള്ളേരും ഫിൽസിൻ്റെ മമ്മിയൊക്കെ പറഞ്ഞത്. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് ആണ് കുക്കിങ്ങൊക്കെ ചെയ്തത്. സെയ്തുമോൻ ഉറങ്ങുകയായിരുന്നു ഗായ്സ്. കാരണം സമയം ഇത്ര ആയപ്പോഴത്തേക്കും ആളെ കൊണ്ട് ഉറക്കി. അപ്പോൾ ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ടി വിയും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഫിൽസൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങളെ ബിരിയാണി റെഡിയായി. എങ്ങനെയുണ്ടായി ബിരിയാണി ഫിൽസ കുഞ്ഞാറ്റ? സൂപ്പറായിരുന്നു. അപ്പൊ അവര് ഉറക്കച്ചമടാണ്. അവരിന്ന് ഉറങ്ങൂലാന്ന് ശബ്ദം എടുത്തിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ അവരിതേ ജസ്റ്റ് ഇന്നത്തെ ഷോർട്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമുക്ക് കുറച്ചു നേരം കണ്ട് കാണാം. അപ്പോൾ ഗായ്സ് പിന്നെ ചോറീറ്റൊക്കെ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരു മൂവി കാണാനായിട്ടിരുന്നു. ചിറ്റ. അടിപൊളി മൂവിയാണ്. പിള്ളേരൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണത്. കുഞ്ഞാറ്റയെ ഫിൽസ് ഉറങ്ങാണ്ട് കട്ടക്കിരുന്ന് ഫുൾ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞു. 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗായ്സ്.
അപ്പോൾ ഗായ്സ് ഇവർ ഉറങ്ങാണ്ട് ഇരുന്ന് ഇപ്പം ഫിലിമൊക്കെ കണ്ടു. ഇപ്പം സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിറ്റ പിള്ളേർ കാണേണ്ട മൂവി തന്നെയാണ്. നല്ലൊരു മെസ്സേജ് അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുഡ് ടച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് കണ്ട് കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോവുക. അപ്പോൾ ഗായ്സ് ഇവരിത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നേരത്തെ ഹോളിലായിരുന്നു, ഇപ്പോൾ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് അല്ലേ. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. സെയ്തുമോ നല്ല ഉറക്കത്തിലാണ്. ഓക്കെ, കാണാം. ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. സെയ്ത് എഴുന്നേറ്റിട്ടുണ്ട്. സെയ്തേ ഇവർ ഓരോരുത്തരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഗായ്സ്. എല്ലാവരും എഴുന്നേറ്റ് വരുന്നു. സമയം 8:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. പിന്നാ ഹായ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. പിന്നെ ബാക്കി പരിപാടി അപ്പോൾ ഗായ്സ് ചെയ്തിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ചെയ്ത് പിൽസയും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടിവിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അവന് കാർട്ടൂൺ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കളിക്കരുത് ഗായ്സ്. പിന്നാറ്റത് ഇപ്പം എഴുന്നേറ്റിട്ട് പല്ല് തേക്കാൻ പോവുകയാണ് ഗായ്സ്. ഗായ്സ് കുഞ്ഞാറ്റ ഇതിൻ്റെ കാർട്ടൂൺ ആനിമേഷൻ സോങ് കണ്ടു അതിൽ ലയിച്ചിരിക്കുകയാണ് സൈദേ കേട്ടാ. ഗായ്സ് കുഞ്ഞാറ്റ എഴുന്നേറ്റിട്ട് പല്ല് തേച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കിക്ക് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയ്ത ഇവിടെ ടിവിക്കുള്ളിലാണ്. എന്താണ് ഇടിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ വിത്ത് ഫിൽസ. അപ്പോൾ ഫിൽസ പോണേന് ഗായ്സ്. അപ്പോൾ എല്ലാവരും മോളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.